പഴയ ഇന്ത്യൻ പീനൽ കോഡ്, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് തുടങ്ങിയവയ്ക്ക് പകരമായി ഭാരതീയ ന്യായ് സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ നിയമങ്ങൾ ഇന്നു മുതൽ രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വന്നു. ഇത് ഇന്ത്യയുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ കാര്യമായ മാറ്റം വരുത്തുകയും കൊളോണിയൽ കാലത്തെ നിയമനിർമ്മാണങ്ങളെ മാറ്റിസ്ഥാപിക്കുകയും ചെയ്യും. പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ അറിഞ്ഞിരിക്കേണ്ട 10 മാറ്റങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ക്രിമിനൽ കേസുകളിൽ വിചാരണ അവസാനിച്ച് 45 ദിവസത്തിനുള്ളിൽ വിധികൾ പുറപ്പെടുവിക്കണം. ആദ്യ വാദം കേട്ട് 60 ദിവസത്തിനകം കുറ്റം ചുമത്തണം. സാക്ഷികളുടെ സുരക്ഷയും സഹകരണവും ഉറപ്പാക്കുന്നതിനായി എല്ലാ സംസ്ഥാന സർക്കാരുകളും സാക്ഷി സംരക്ഷണ പദ്ധതികൾ നടപ്പാക്കണം. ബലാത്സംഗ കേസുകളിൽ ഇരകളുടെ മൊഴികൾ അവരുടെ രക്ഷിതാവിന്റെയോ ബന്ധുവിന്റെയോ സാന്നിധ്യത്തിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വേണം രേഖപ്പെടുത്താൻ. 7 ദിവസത്തിനകം മെഡിക്കൽ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. നിയമത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളെ പുതിയൊരു അധ്യായത്തിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നു. ഒരു കുട്ടിയെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് ഹീനമായ കുറ്റകൃത്യമായി കണക്കാക്കുന്നു. ഈ കുറ്റത്തിന് കഠിനമായ ശിക്ഷകൾ ഉറപ്പുവരുത്തുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്താൽ വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാം. വിവാഹ വാഗ്ദാനം നൽകി തെറ്റിദ്ധരിപ്പിച്ച ശേഷം സ്ത്രീകളെ ഉപേക്ഷിക്കുന്ന കേസുകളിൽ പുതിയ നിയമത്തിൽ ശിക്ഷ ഉറപ്പുവരുത്തുന്നു. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഇരകൾക്ക് 90 ദിവസത്തിനുള്ളിൽ കേസുകളിൽ പുതിയ വിവരങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. എല്ലാ ആശുപത്രികളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളിൽ ഇരയായവർക്ക് സൗജന്യ പ്രഥമ ശുശ്രൂഷയോ ചികിത്സയോ നൽകണം. FIR, പോലീസ് റിപ്പോർട്ട്, കുറ്റപത്രം, മൊഴികൾ, കുറ്റസമ്മതം, മറ്റു രേഖകൾ എന്നിവയുടെ പകർപ്പുകൾ 14 ദിവസത്തിനകം ലഭിക്കാൻ പ്രതിക്കും ഇരയ്ക്കും അർഹതയുണ്ട്. കേസ് വാദം കേൾക്കലിൽ അനാവശ്യ കാലതാമസം ഒഴിവാക്കാൻ കോടതികൾക്ക് പരമാവധി 2 തവണ കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കാൻ അനുവദിക്കും. പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കാതെ തന്നെ ഇലക്ട്രോണിക് ആശയവിനിമയത്തിലൂടെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. അധികാരപരിധി പരിഗണിക്കാതെ തന്നെ ഏത് പോലീസ് സ്റ്റേഷനിലും FIR ഫയൽ ചെയ്യാൻ പുതിയ നിയമം വ്യക്തികളെ അനുവദിക്കുന്നു. അറസ്റ്റിലാകുന്ന വ്യക്തിക്ക് അവരുടെ സാഹചര്യത്തെക്കുറിച്ച് ഒരു വ്യക്തിയെ അറിയിക്കാൻ അവകാശമുണ്ട്. അതുവഴി അയാൾക്ക് ഉടൻ തന്നെ സഹായം ലഭിക്കും. കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പെട്ടെന്ന് തന്നെ അയാളുമായി ബന്ധപ്പെടുന്നതിന് പോലീസ് സ്റ്റേഷനുകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും അറസ്റ്റിന്റെ വിശദാംശങ്ങൾ പ്രദർശിപ്പിക്കും. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ഫോറൻസിക് വിദഗ്ധർ നിർബന്ധമായും സന്ദർശിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യണം. ലിംഗം എന്നതിന്റെ നിർവചനത്തിൽ ട്രാൻസ്ജെൻഡറുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായ ചില കുറ്റകൃത്യങ്ങളിൽ ഇരയുടെ മൊഴികൾ വനിതാ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തണം.